ഏതോ ചില മാനസികമായ പരിവർത്തനത്തിന് യുവാക്കളും നമ്മുടെ സഹോദരിമാരും വിധേയരായോ എന്ന് ഞാൻ ഭയപ്പെടും. എന്താണ് അവരുടെ മാനസികമായുള്ള ഈ മാറ്റത്തിന് കാരണമെന്ന് ഒരു പിടികിട്ടാത്ത നിലയിലാണുള്ളത്. ഒരു വിഭാഗം ആളുകൾ മുമ്പേ നമ്മുടെ നാടുകളിലുണ്ട്. ഫമാലക്കും അനിത്തതുക്കിറത്തി മൊയ്രുത് കഅന്നഹും ഹുമുറും മുസ്തംഫിറത്തുൻ ഫർറത്ത് മിൻ ഖസ്വറ. ഖുർആൻ പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഈ മഹത്തായ ദീനിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ മക്ക നിവാസികളായ സത്യനിഷേധികളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറയുകയുണ്ടായി, ഫമാലക്കും, നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി, ഫമാലഹും, അങ്ങനെയാണ്, ഫമാലഹും അനിത്തതുക്കിറത്തി മൊയ്രുത്. ഈ മഹത്തായ സതുപദേശം നൽകുന്ന സമയത്ത് എന്താണ് അവർ പുറകോട്ടടിക്കുന്നത്? അവരെന്താണ് അത് സ്വീകരിക്കുവാൻ വൈമനസ്യം കാണിക്കുന്നത്? കഅന്നഹും ഹുമുറും മുസ്തംഫിറത്തുൻ ഫർറത്ത് മിൻ ഖസ്വറ. കാട്ടുകഴുതകൾ സിംഹത്തെ കാണുന്ന സമയത്ത് എപ്രകാരം ഓടിമറയുന്നുവോ അതുപ്രകാരം ദീനിയായ കാര്യങ്ങൾ പ്രബോധനം ചെയ്യുന്ന സമയത്ത് ഇവരെന്താ മുന്നോട്ട് വരാതെ പുറകോട്ട് മാറുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി. അത് സത്യനിഷേധികളെ സംബന്ധിച്ചാണ്. അതുപോലെ തന്നെ സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, സവാഉൻ അലൈനാ അവഅദത അം ലം തകും മിനൽ വാഇദീൻ. നീ ഞങ്ങളെ ഉപദേശിക്കുന്നതും ഉപദേശിക്കാതിരിക്കുന്നതും ഞങ്ങൾക്ക് സമമാണ്, അഥവാ ഞങ്ങൾ നന്നാവുകയില്ല എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ ഇതിനു മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ അതേ സ്വഭാവം സ്വീകരിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ സഹോദരന്മാരിലും ഉണ്ട്. വഅദിൻ്റെ രംഗങ്ങളിൽ അവരെ കാണുകയില്ല, പള്ളിയിലും അവരെ കാണുകയില്ല. വേണ്ടാത്ത എന്തെല്ലാം പ്രവർത്തനങ്ങളും പ്രവണതകളും ഉണ്ടോ അവിടെയൊക്കെ അവരെ കാണും. അങ്ങനെ ഒരു വിഭാഗം നേരത്തെ നമ്മുടെ ഇടയിലുണ്ട്. ഒരു നിലക്കും പറഞ്ഞാൽ ഒരു താല്പര്യപൂർവ്വം അത് അംഗീകരിക്കുവാൻ തയ്യാറില്ലാത്ത ഒരു വിഭാഗം. അവർ പോകട്ടെ. മറ്റൊരു വിഭാഗം ആളുകൾ അത്യാവശ്യമൊക്കെ ഇടയ്ക്കൊക്കെ നമസ്കരിക്കാൻ വരുന്നവരും ദീനുമായി കുറഞ്ഞ ബന്ധവും പരിചയമൊക്കെ അവർ ഉള്ളവരുമായിരുന്നു. പരിശുദ്ധ റമദാനൊക്കെ വരുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു ആവേശവും ആഹ്ലാദവും അവരിൽ കാണാറുണ്ട്. അങ്ങനെയുള്ള ആഹ്ലാദവും ആവേശവും ഒന്നും ഈ പ്രാവശ്യം പള്ളിയിൽ വരുന്ന കാര്യത്തിലോ തറാവീഹ് നമസ്കാരത്തിൻ്റെ കാര്യത്തിലോ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന കാര്യത്തിലോ ഒരിക്കലും കാണാത്ത ഒരു മട്ടം എനിക്ക് തോന്നിപ്പോകുന്നു. ഒരു പക്ഷേ എൻ്റെ അഭിപ്രായം തെറ്റായിരിക്കാം. വളരെ പിന്നോക്കമായിട്ടാണ് യുവാക്കളും അതുപോലെ വാത് കേൾക്കാനും ദീനിയായ കാര്യങ്ങളിൽ പങ്കെടുക്കുവാനും പ്രസംഗങ്ങൾ കേൾക്കുവാനും ഒന്നും തയ്യാറില്ലാത്ത ഒരു മട്ടം. അത് ഒരു പക്ഷേ നമ്മുടെ ഇടയിലുള്ള പുത്തൻ സ്വഭാവക്കാരുടെ ഉപദേശങ്ങൾ കൊണ്ടും അവരുടെ മനുഷ്യനെ പസാതാക്കുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങളും അവരുടെ ഉപദേശങ്ങളും ഒക്കെ നൽകിയിട്ട് മനുഷ്യൻ്റെ ഈമാനിൽ തന്നെ എന്തൊന്നില്ലാത്ത ഒരു മാറ്റം സംഭവിച്ചു പോയോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. എന്തിനാ ഖുർആൻ ഓതിയിട്ട് ഈ അർത്ഥമൊന്നും അറിയാതെ ഖുർആൻ ഓതിയിട്ട് എന്തിനാ ഒരു വിഭാഗം? നമ്മൾ നമസ്കരിക്കുന്ന രൂപത്തിന് തന്നെ മാറ്റം വരുത്തിക്കൊണ്ട് നമസ്കരിക്കുന്ന ഒരു വിഭാഗം. അങ്ങനെ പോകുന്നു അവരുടെ വിവിധങ്ങളായ ആശയങ്ങൾ. ഹജ്ജിന് പോകുന്നത് ശിർക്കാണെന്നും കുഫറാണെന്നും വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പുതുപുത്തൻ ചില സ്വഭാവക്കാരായ ആളുകൾ. എന്തു ആവട്ടെ, അവർ പറയുന്നത് എങ്ങനെയാവട്ടെ, മനുഷ്യൻ്റെ മനസ്സിന് ആ ഉറച്ച വിശ്വാസത്തിന് ഭംഗം തട്ടാനതൊക്കെ കാരണമായേക്കുമോ എന്ന് വളരെയധികം ഭയപ്പെടേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു രംഗത്തിലാണ് നാം ഉള്ളത്. ഈ നിലയിൽ നമ്മുടെ ഈ സമുദായം, നമ്മുടെ വിശിഷ്യായൻ്റെ പ്രിയമുള്ള യുവാക്കളൊക്കെ ഈ വഴിക്കങ്ങനെ നീങ്ങിയാൽ എന്ത് ഖുർആനോത്ത്, എന്ത് നിസ്കാരം എന്ന സ്വഭാവം മനുഷ്യൻ്റെ മനസ്സിൽ വന്നുകൂടിയാൽ, മുമ്പൊന്നും അങ്ങനെയല്ല. നമുക്കൊക്കെ ഒരു ഉറച്ച വിശ്വാസമുണ്ട്, ഒരു യഥാർത്ഥമാചരിക്കുന്ന വിശ്വാസമുണ്ട്. പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുവാനും അത് പ്രാവർത്തികമാക്കുവാനും ഒരു യഥാർത്ഥമായിരിക്കുന്ന ഒരു നല്ല റാഹത്ത് നമ്മുടെ മനസ്സിലുണ്ട്. ഈ നിലയിൽ
കാര്യങ്ങൾ വരുമ്പോൾ, നല്ല കാര്യങ്ങൾ വരുമ്പോൾ, ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ ഈമാനിന് മാറ്റുകൂടും, പവർ വരും. അപ്പോൾ സ്വാഭാവികമായും ദീനിയായ കാര്യങ്ങളിൽ അവർ തൽപരരായി ജീവിക്കാനുള്ള തയ്യാറെടുപ്പുണ്ടാവും. അതൊന്നും ഇല്ലാത്ത ഒരു സ്വഭാവം നമ്മുടെ ഇടയിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. സഹോദരന്മാരെ, ഈ നിലയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ കാര്യം വളരെ അപകടമാണ്. ഒന്നും പഠിച്ചിട്ടില്ല. ചില സഹോദരന്മാർ പറയാം, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, എനിക്ക് ഖുർആൻ പഠിച്ചിട്ടില്ല. എന്നിട്ടിപ്പോൾ ഖുർആൻ പഠിക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വികലമായ രൂപത്തിൽ. ആ അഭിപ്രായം തന്നെ തെറ്റല്ലേ സഹോദരന്മാരെ? നമ്മൾ മദ്രസയിൽ പോയിട്ട് 5 വയസ്സാകുന്ന അവസരത്തിൽ മദ്രസയിൽ പോയി പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഖുർആനാണ്. വിശ്വാസപരമായും അതുപോലെ തന്നെ കർമ്മപരമായും നാം അംഗീകരിച്ചുകൊണ്ട് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹബ് അംഗീകരിച്ചുകൊണ്ട്, നാലാലൊരു മദ്ഹബ്, നാം ശാഫിഈ മദ്ഹബുകാരാണ്. കർമ്മപരമായി ആ ഇമാമിനെയാണ് നാം തഖ്ലീദ് ചെയ്ത് കേട്ടുറപ്പിച്ചത്.